മുമ്പിൽ ഒക്ടോബർ 14 ഒക്ടോബർ 28 ആയിരുന്നു. ഞാൻ അതിനുശേഷം പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഫോൺ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തോളൂ. അപ്പോൾ തന്നെ എനിക്ക് അതിൽ 28 എന്നുള്ള ഫസ്റ്റ് ഫ്രണ്ടിലെ ക്ലോക്ക് തന്നെ എനിക്കതൊരു മാതാവ് എനിക്ക് വേണ്ടി കാണിച്ചു തന്ന പോലെ എനിക്കത് തോന്നി. അപ്പോൾ ഞാൻ എന്തായാലും ഡിസൈഡ് ചെയ്തു, ജവമാല റാലിയും മമ്മിയും എൻ്റെ ഫാദറും കൂടി വന്ന് അറ്റൻഡ് ചെയ്തോളൂ, ഞാൻ എന്തായാലും ആ ഡേറ്റിന് തന്നെ IELTS എഴുതും എന്നുള്ളത്. അങ്ങനെ ഒക്ടോബർ 28 ഞാൻ IELTS എഴുതി. മമ്മിയും എൻ്റെ ഫാദറും ഇവിടെ വന്ന് ജവമാല റാലി അറ്റൻഡ് ചെയ്തു. ഞാൻ എക്സാം എഴുതി. അതിൻ്റെ റിസൾട്ട് 13 ദിവസം കഴിയുമ്പോൾ വരും. ഞാൻ 13ാമത്തെ ദിവസം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി മാതാവിൻ്റെ കാശുരൂപം പിടിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഫോൺ അപ്പോൾ ഞാൻ ബൈബിളിൻ്റെ പുറത്ത് നേരെ ഓപ്പോസിറ്റായിട്ടാണ് വെച്ചത്. അത് കാരണം മെസ്സേജ് വന്നാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് കൈ ടച്ചായി പോലും ഞാനത് കാണേണ്ട, പ്രാർത്ഥന കഴിഞ്ഞിട്ട് നോക്കാമെന്നുള്ള രീതിയിൽ തന്നെ വെച്ചു. അപ്പോൾ അതിനുശേഷം പ്രത്യക്ഷീകരണ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫോൺ എടുത്ത് ഓപ്പൺ ചെയ്ത് നോക്കി. ആ ടൈം തന്നെ എനിക്ക് IELTS ക്ലിയർ ചെയ്യാൻ പറ്റി. പിന്നീട് എഴുതാനോ ഒന്നിനും വേണ്ടി വന്നില്ല. സോ അതിനുശേഷം ഞാൻ ഈ 2021 ഞാൻ ആദ്യമായിട്ടൊരു ഏജൻസി സെലക്ട് ചെയ്തായിരുന്നു. പക്ഷേ അവിടെ കൊറോണ കാരണം അവരുടെ ഓഫീസെല്ലാം ക്ലോസ്ഡ് ആയിരുന്നു. സോ എനിക്ക് അവിടെ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ് ഞാൻ വേറെ ഏജൻസിയിൽ ചെന്നത്. സോ ഈ തവണ ഞാൻ അവരെ വിളിക്കണമെന്ന് ആലോചിച്ചിരുന്നില്ല. അവരെന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ജസ്റ്റ് ഒരു ഫെയർ ഉണ്ട്, ആ ഫെയറിന് നിനക്ക് അറ്റൻഡ് ചെയ്യും, യൂണിവേഴ്സിറ്റിയിൽ നിന്നും കോളേജിൽ നിന്നും റെപ്രസെൻറ്റേറ്റീവ്സ് വരുന്നുണ്ട്, അപ്പോൾ നിനക്ക് അത് അറ്റൻഡ് ചെയ്യാമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ വരാമെന്ന് പറഞ്ഞു. അവരെന്നോ ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞില്ല. എന്നിട്ട് ഞാൻ അവിടെ ചെന്നു, അവരോടെല്ലാം സംസാരിച്ചു, ഇങ്ങനെ റിജക്ഷൻ വന്ന കാര്യങ്ങളെല്ലാം സംസാരിച്ചു. അപ്പോൾ ആ സമയത്തൊക്കെ എൻ്റെ കയ്യിൽ കാശുരൂപവും, ഞാൻ എവിടെ പോയാലും എൻ്റെ മമ്മി എനിക്ക് ഉപ്പിട്ട് നാവിൽ ഉപ്പ് കുരിശിട്ടിട്ടും തൈലം എൻ്റെ നെറ്റിൽ പൂശിയിട്ടൊക്കെ ആയിരുന്നു ഞാൻ ഈ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ട് രണ്ടാമത് നമ്മൾ ഇറങ്ങുവാണ്. ലോൺ ഞാൻ ഈ മാർച്ച് മുതൽ റീപേ ചെയ്യാൻ തുടങ്ങി. സോ ഒരുപാട് നഷ്ടങ്ങളുണ്ട്. ഓൾറെഡി ഈ ഒരു റിജക്ഷനിൽ ഒരു 5 lakhs അടുത്തോളം നഷ്ടം വന്നിട്ട് നിൽക്കുകയാണ്. സോ വീണ്ടും ഇതിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് യാതൊരുവിധ ഗ്യാരണ്ടിയും ഇല്ല എനിക്ക് വിസ കിട്ടുമെന്നുള്ളത്. ഓൾമോസ്റ്റ് എല്ലാ ഏജൻസിക്കാരും പറഞ്ഞു റിസ്ക്കാണ്. സ്വയം റിസ്കിൽ 18 ലക്ഷം രൂപ മുടക്കി വീണ്ടും അതിൽ നിന്നൊരു 1 ലക്ഷം അടുത്ത് വീണ്ടും കയ്യിൽ നിന്ന് പോകും. അപ്പോൾ എല്ലാം റിസ്ക് എൻ്റെ തന്നെ ആയിരുന്നു. അപ്പോൾ മാതാവിൻ്റെ അനുഗ്രഹത്തോടുകൂടി മാത്രമേ ഇനി ലഭിക്കുള്ളൂ എന്നുള്ളത് ഞങ്ങൾക്ക് വീട്ടിലെല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ അങ്ങനെ ഞാൻ ആ ഏജൻസി ചെന്നു, അവരോട് സംസാരിച്ചു. അവരെന്നോട് പറഞ്ഞു ബാക്കിയെല്ലാം IELTS ക്ലിയർ ചെയ്തുകൊണ്ട് ഡോക്യുമെൻറ്റ്സ് എല്ലാം റെഡിയാക്കി, ഫീസ് എല്ലാം അടക്കാം എന്നുള്ള രീതി പറഞ്ഞു. ഞങ്ങളൊരു 3 കോളേജ് നോക്കിയായിരുന്നു. അതിൽ ഒരെണ്ണത്തിൽ ഞാൻ പറഞ്ഞു കിട്ടുവാണെങ്കിൽ ഈ കോളേജിൽ തന്നെ മതി, അങ്ങനെയാണ് ഞാൻ ഇതിൽ അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു. അവർ വഴി തന്നെ ഞാൻ അപ്ലൈ ചെയ്തു. എനിക്ക് വെറും 5 ദിവസം കൊണ്ട് ഓഫർ ലെറ്റർ വന്നു. നേരത്തെ എനിക്ക് 1 മാസം 1.5 മാസം കൂടിയൊക്കെ ആയിരുന്നു ഓഫർ ലെറ്റർ വന്നിരുന്നത്. സോ ഇത് 5 ദിവസം കൊണ്ട് വന്നു. ഞാൻ നേരെ ബാങ്കിൽ ചെന്നു. ബാക്കി കാര്യങ്ങൾ ഫീസ് അടക്കാനുള്ളതെല്ലാം ഞാൻ അവിടെ പോയാലും എൻ്റെ ഈ ജീൻസിൻ്റെ പോക്കറ്റിൽ എപ്പോഴും മാതാവിൻ്റെ കാശുരൂപം ഉണ്ടാവും. കാരണം എനിക്കതൊരു എന്ത് കാര്യം ചെന്നാലും ഭയങ്കര സ്പീഡിൽ നടക്കണമെന്നുള്ളൊരു ആഗ്രഹം. അച്ഛൻ്റെ ധ്യാനത്തിലെല്ലാം ഞാൻ കേട്ടിട്ടുണ്ട്, മാതാവിൻ്റെ അനുഗ്രഹത്തോടുകൂടി നമുക്ക് സാധിക്കേണ്ട കാര്യങ്ങൾ ഒരുപാട് നേരത്തെ നമുക്ക് സാധിക്കുമെന്നുള്ളത്. സോ ഞാൻ അങ്ങനെ കാശുരൂപമായി നേരെ ബാങ്കിൽ ചെന്ന് ഡീറ്റെയിൽസ് എല്ലാം അവരോട് പറഞ്ഞു.